الحمد لله الذي هدانا بالكتاب الكريم نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ به من شرور أنفسنا من يهد الله فهو المهتدي ومن يضلل فلن تجد له وليا مرشدا أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا بين يدي الساعة من يطع الله ورسوله فقد رشد ومن يعصهما فإنه لا يضر إلا نفسه ولا يضر الله شيئا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم فيما فيه يختلفون صدق الله أيها الناس اتقوا الله അള്ളാഹുവിൻ്റെ വിധികളെയും വിലക്കുകളെയും തികഞ്ഞ സൂക്ഷ്മതയോടുകൂടി ശരിയായ ജാഗ്രതയോടുകൂടി ജീവിതത്തിൽ പുലർത്തണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളാവണം ജീവിതത്തിൻ്റെ ആധാരം. അവന് ഇഷ്ടപ്പെടുന്നത് പ്രവർത്തിക്കാനും അവൻ അനിഷ്ടകരമായതിൽ നിന്ന് വിട്ടുനിൽക്കാനും ശ്രദ്ധയോടുകൂടി പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും മുത്തഖികളിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മെല്ലാവരെയും നമുക്ക് പ്രിയപ്പെട്ടവരെയും അവൻ ഒരുമിപ്പിക്കുമാറാകട്ടെ. ഹഖുൽ ഹുരിയ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ആമുഖം എന്ന നിലക്ക് മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രപരവും സാംസ്കാരികവുമായ വികാസത്തെയും വൈവിധ്യത്തെയും തിരിച്ചറിയുകയും ഉൾക്കൊള്ളുകയും ചെയ്യുക എന്നത് അനിവാര്യമാകിയാൽ അത് സംബന്ധമായിട്ടുള്ള ചില വർത്തമാനങ്ങളാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം തുടങ്ങി വെച്ചത്. അതിൻ്റെ ഭാഗമായി തന്നെ പ്രശസ്തനായ ഫ്രഞ്ച് സാഹിത്യകാരൻ, വെറും പ്രശസ്തൻ എന്ന് പറഞ്ഞാൽ പറ്റില്ല, നേരത്തെ തന്നെ സൂചിപ്പിച്ചിരുന്നു, ലോക സാഹിത്യരംഗത്ത് ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്ന ഒരു 10 പേരുടെ ലിസ്റ്റ് തയ്യാറാക്കിയാൽ ആ 10-ൽ ഒരാൾ തീർച്ചയായിട്ടും അദ്ദേഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെയുള്ള വിക്ടോർ യൂഗോ എന്ന എഴുത്തുകാരൻ്റെ ഇസ്ലാം എന്ന് തന്നെ പേര് നൽകപ്പെട്ടിട്ടുള്ള ഒരു വലിയ സമാഹാരത്തിന്റെ ഭാഗമാണ് ലെജൻഡ് ഓഫ് ദി ഏജസ് എന്ന ഒരു വലിയ സമാഹാരത്തിന്റെ ഭാഗമാണ്. അതിലെ ഇസ്ലാം എന്ന് തന്നെ പേര് നൽകപ്പെട്ടിട്ടുള്ള കാവ്യഭാഗം, അതിലെ ദേവദാരു സെദാർ എന്ന് പറയുന്ന കവിതയെ സംബന്ധിച്ചുള്ള ചില വർത്തമാനങ്ങൾ കേൾപ്പിച്ചിരുന്നു. അതിന് വലിയ പ്രസക്തിയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഒരുപാട് ആധ്യാത്മികമായ അല്ലെങ്കിൽ അതിഭൗതികമായ മെറ്റാഫിസിക്കലായിട്ടുള്ള ഇമേജറികൾ ആ കവിതയിൽ കൊണ്ടുവരുന്നുണ്ട് എന്ന് കാണാം. പ്രധാനമായും അതിൻ്റെ ഒരു അവലംബം എന്ന് പറയുന്നത് തന്നെ അത് അതിൽ നേർക്കുനേരെ പറയുന്നില്ലെങ്കിലും യഥാർത്ഥത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്റാ ആണ്. പക്ഷേ പ്രവാചകനല്ല അതിലെ കഥാപാത്രം, മറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു. ഉമറിൻ്റെതായിട്ട് ഒരു സാങ്കല്പിക യാത്ര അദ്ദേഹം അവതരിപ്പിക്കുകയാണ്. അതോടൊപ്പം പ്രവാചകൻ പോയത് മക്കയിൽ നിന്ന് ഖുദ്സിലേക്കാണെങ്കിൽ, യെരുശലേമിലേക്കാണെങ്കിൽ അതും യഥാർത്ഥത്തിൽ സംസ്കാരങ്ങളുടെ സമന്വയത്തെക്കുറിച്ചുള്ള വലിയ പാഠം തന്നെയാണ്. പ്രവാചകൻ മുൻകാലത്തുള്ള സംസ്കാരങ്ങളിലൂടെയും പ്രവാചകന്മാരിലൂടെയും ഒരു യാത്ര നടത്തുകയാണ്.
ഇസ്രായിന്റെ അന്ന് എല്ലാ പ്രവാചകന്മാരുമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒത്തുചേർന്നതായിട്ട് ഹദീസുകളിൽ കാണാം. അത് ഖുദ്സിൽ വെച്ചത് സംഭവിച്ചു എന്നാണ്. അതായത് മുൻകാലത്തിലേക്കുള്ള വാതിൽ പടച്ച തമ്പുരാൻ തുറന്നു കൊടുക്കുകയാണ്. സമയം എന്ന് പറയുന്നത് ആപേക്ഷികമാണല്ലോ. അതേ സംബന്ധിച്ചുള്ള ചില വിവരണങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആ അർത്ഥത്തിൽ പുറകോട്ടുള്ള ഒരു സഞ്ചാരം, അതോടൊപ്പം മുന്നോട്ടും പ്രവാചകൻ സഞ്ചരിച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മിഅ്റാജ് എന്ന് പറയുക. അത് കേവലം ഒരു ആകാശാരോഹണം, നിശാപ്രയാണം എന്നൊക്കെ നമ്മൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിവർത്തനം ചെയ്യുന്നതാണ്. ഇസ്രാ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, അതൊരു രാസഞ്ചാരമല്ല. മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ആകാശത്തിന്റെ മേലെ കയറി നോക്കലുമല്ല. അതിനപ്പുറം കാലങ്ങൾ ഭേദിക്കുന്ന, ദേശങ്ങൾ ഭേദിക്കുന്ന സഞ്ചാരങ്ങളാണ് എന്ന് കാണാൻ സാധിക്കും. ഇതുപോലെ ഉമറിനെ കൊണ്ട് യൂഗോ ഒരു യാത്ര നടത്തിച്ചത് ഗ്രീസിലെ പത്മോസ് ദ്വീപിലേക്കാണ്. അവിടെയാണ് സുവിശേഷകനായ യോഹന്നാൻ, ജോൺ ദി ഇവാഞ്ചലിസ്റ്റ്, ഒറ്റക്ക് താമസിച്ചിരുന്നത് എന്നാണ് ചരിത്രം. അപ്പൊ ആ അർത്ഥത്തിൽ യോഹന്നാനെ കാണുവാൻ വേണ്ടി ഉമർ പോകുമ്പോൾ ക്രിസ്തുവിന്റെ മിശിഹായുടെ അപ്പോസ്തോലനായ യോഹന്നാനെ കാണാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖലീഫയായ ഉമറാണ് പോകുന്നത്. ഇതിലൂടെ യഥാർത്ഥത്തിൽ എന്തൊക്കെയോ വായനക്കാരന്റെ മനസ്സിൽ സംഭവിക്കുന്നുണ്ട്, സംഭവിക്കേണ്ടതാണ്. അങ്ങനെ സംഭവിപ്പിക്കുവാൻ യഥാർത്ഥത്തിൽ കലാകാരന്മാർക്ക്, ഇതുപോലെ സർഗാത്മക ശേഷിയുള്ളവർക്ക്, ഭാവനകളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ സാധിക്കൂ. തത്വശാസ്ത്രം പറയുന്ന പ്രഭാഷകർക്ക് അത് സാധ്യമാവുകയില്ല എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. അതുകൂടി അംഗീകരിക്കണം. അത്തരം മേഖലകളിലേക്ക് നമ്മുടെ മനസ്സ് തുറന്നു വെക്കാൻ വേണ്ടി തന്നെയാണ് പറയുന്നത്. എന്നാലും യൂഗോ ഉമർ റളിയല്ലാഹു അൻഹുവിനെയും കൊണ്ട് സഞ്ചരിക്കുകയാണ് യഥാർത്ഥത്തിൽ. അതിന്റെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് പറഞ്ഞതൊക്കെ ഒന്നുകൂടി ഓർക്കേണ്ടതാണ്. പ്രവാചകൻ പുറപ്പെട്ടത് മക്കയിൽ നിന്നാണെങ്കിൽ യൂഗോയുടെ ഉമർ റളിയല്ലാഹു അൻഹു, ചരിത്രത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല. യൂഗോയുടെ സങ്കല്പത്തിൽ ഉമർ സഞ്ചാരം ആരംഭിക്കുന്നത് ജിദ്ദയിൽ നിന്നാണ്. ജിദ്ദക്ക് ഒരു വലിയ വിശുദ്ധി കൽപ്പിക്കുന്നുണ്ട് യൂഗോ. അതിന്റെ കാരണവുമുണ്ട് എന്നും കാണേണ്ടതാണ്. അതിന് ചില കാരണങ്ങളുണ്ട്. അതിലൊന്ന് പറഞ്ഞു, നിലവിൽ യൂറോപ്പിൽ ആകെ പ്രചരിച്ചിട്ടുള്ള ഇസ്ലാമോഫോബിയ എന്ന് ഇന്ന് നമ്മൾ വ്യവഹരിക്കുന്ന, അക്കാലത്ത് അങ്ങനെ ഒരു വാക്കൊന്നും രൂപപ്പെട്ടിട്ടില്ല. ഇത് 19-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന സംഭവമാണ്. 1858 അവിടെ നടന്നിട്ടുള്ള ജിദ്ദ മസാക്കർ, അതേ തുടർന്നുണ്ടായിട്ടുള്ള ഭീകരമായ ഇസ്ലാം വിരുദ്ധ പ്രചാരണങ്ങൾ, ആ പ്രചാരണങ്ങൾക്ക് അതുണ്ടാക്കുന്ന വിദ്വേഷത്തിനും വെറുപ്പിനുമുള്ള ഒരു ആന്റിഡോട്ട്, ഒരു മറുമരുന്നായിട്ടാണ് യഥാർത്ഥത്തിൽ യൂഗോ ഇസ്ലാം എന്ന ഇസ്ലാം എന്ന അദ്ദേഹത്തിന്റെ കവിത എഴുതിയത് എന്ന് തന്നെ പറയപ്പെടുന്നുണ്ട്. സംഗതി ശരിയാണ്. 1858 ആ സംഭവം നടന്നത്. അതേ വർഷം തന്നെയാണ് യൂഗോ ഈ കവിത എഴുതുന്നത്. ജൂണിലാണ് ഈ സംഭവം നടന്നത്. ഈ കവിത അദ്ദേഹം പൂർത്തിയാക്കുന്നത് 1858 ഡിസംബറിലാണ്, ഓർമ്മ ശരിയാണെങ്കിൽ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. മറ്റൊരു പ്രത്യേകത, ജിദ്ദക്ക് നാടോടിക്കഥകളിൽ, ആധികാരികമല്ല, നാടോടിക്കഥകളിൽ ഒരു സ്ഥാനമുണ്ട്. അതിനെ സിറ്റി ഓഫ് ഈവ് എന്ന് പറയാറ്. അതായത് ഹവ്വയുടെ നഗരം. അവിടുത്തെ നാടോടി ജനവിഭാഗങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത് ആദിമാതാവായ ഹവ്വ അവിടെയാണ് മരണപ്പെട്ടത് എന്നാണ്. അങ്ങനെ ഒരു ടൂമൊക്കെ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. സംഗതി മിത്തുകൾ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അത് വളരെ മാരകമാകുന്നത്. അതേസമയം മിത്തുകൾ അത്ര അപ്രസക്തമൊന്നുമല്ല. മിത്തുകൾ ഉണ്ടായത് തന്നെ പ്രപഞ്ചത്തെ വിശദീകരിക്കുവാനുള്ള മനുഷ്യന്റെ ആദിമമായ ശ്രമങ്ങളിൽ നിന്നാണ്. ഈ ലോകം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, എങ്ങനെയാണ് ഉത്ഭവിച്ചത് എന്നൊക്കെ വിശദീകരിക്കാൻ വേണ്ടി മനുഷ്യൻ ആദ്യം ശ്രമിച്ചത് ഭാവനയിലൂടെയാണ്. മനുഷ്യന്റെ സംവേദനങ്ങളിൽ ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത് ഭാവനയാണ്. അങ്ങനെയാണ് മിത്തുകൾ ഉണ്ടാകുന്നത്. അതിനുശേഷമാണ് ലോജിക്കലായിട്ട് റീസണിങ് ഉപയോഗിച്ചുകൊണ്ടുള്ള വിശകലനത്തിന് അവൻ മുതിർന്നത്. അപ്പോഴാണ് ഫിലോസഫി ഉണ്ടായത്. അതും കഴിഞ്ഞിട്ട് കുറെ കൂടി എംപിരിക്കൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ അനുഭവ നിരീക്ഷണങ്ങളിലൂടെയുള്ള അന്വേഷണത്തിന് മുതിർന്നപ്പോഴാണ് സയൻസ് ഉണ്ടാകുന്നത്. ഇതൊക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതികൾ എന്ന നിലക്ക് കാണണം. എന്നാൽ സിറ്റി ഓഫ് ഈവ് എന്നാണ് ജിദ്ദയുടെ പേര്. ജിദ്ദ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പുതിയത്, ഫ്രഷ്നെസ്, ന്യൂനെസ് എന്നൊക്കെയാണ് ആ വാക്കിന്റെ അർത്ഥം. അതേസമയം തന്നെ ജദ്ദ എന്നാകുമ്പോൾ അതിന്റെ അർത്ഥം ഗ്രാൻഡ് മദർ എന്നാണ്. അറബിയിൽ തന്നെ രണ്ടും ഒരേ
നിഷ്പത്തിയിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ജിദ്ദ എന്ന് പറയുമ്പോൾ അത് ന്യൂനെസ് ആണ്, അല്ലെങ്കിൽ ഫ്രഷ്നെസ് ആണ്. അതിന്റെ കസർ അങ്ങോട്ട് മാറ്റിയിട്ട് ജദ്ദ എന്നാണ് ഉച്ചരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഉമ്മാമ അല്ലെങ്കിൽ ഗ്രാൻഡ് മദർ. അതൊരു പക്ഷേ ഇതിൽ നിന്ന് വന്ന പേരാവാം. അപ്പൊ ആ ഒരു നാടോടി കഥയെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സിറ്റി ഓഫ് ഈവ്, മാതൃത്വത്തെക്കാളും വലിയ വിശുദ്ധി ഇല്ലല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം. മനുഷ്യൻ അനുഭവിച്ചതും ആവിഷ്കരിച്ചതുമായിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭൂതി എന്ന് പറയുന്നത് മാതൃത്വം. അപ്പൊ അങ്ങനെ ആദിമാതാവിന്റെ നാട് എന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് യൂഗോ ഈ കവിത രചിക്കുന്നത് എന്നതുകൂടിയാണ് പ്രസക്തമാകുന്നത്. അങ്ങനെയാണ് ജിദ്ദയിൽ നിന്ന് ഉമർ ആരംഭിക്കുന്നത് എന്ന് കാണുന്നത്. അതിനുശേഷം അദ്ദേഹം ഒരുപാട് വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. ആ ചില സ്ഥലങ്ങളൊക്കെ ചില ഭാഗങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലങ്ങളും വളരെ പ്രസക്തമാണ് എന്ന് കാണേണ്ടതാണ്. അതൊക്കെയും ഇപ്പറഞ്ഞതുപോലെ പ്രവാചകന്റെ ഇസ്രായേൽ നടന്നതുപോലെ പൂർവകാല സമൂഹങ്ങളും അവരുടെ ജീവിതവും സംസ്കാരവും ഒക്കെയായിട്ട്, അതോടൊപ്പം തന്നെ മനുഷ്യരുടെ നിലനിൽക്കുന്ന വൈവിധ്യങ്ങളും ഒക്കെയായിട്ട് നമ്മളെ ബന്ധിപ്പിക്കുന്ന പ്രദേശങ്ങളാണ്. ഗൗർ എന്നൊരു സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് സാങ്കല്പികമാണ്. നോഡിക് ഐതിഹ്യങ്ങളിലൊക്കെ പറയുന്നൊരു സ്ഥലമാണ്. അതിന് വേറെ പ്രത്യേകതയൊന്നുമില്ല. പക്ഷെ നോഡിക് ഐതിഹ്യത്തിന് പ്രത്യേകത, കാരണം സ്കാൻഡിനേവിയയിലെ നോർസ് പീപ്പിളിലാണ് ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള ഐതിഹ്യങ്ങളും മിത്തുകളും ഒക്കെ ഉള്ളത്. ആ അർത്ഥത്തിൽ ഗൗർ എന്ന സ്ഥലത്തിന് പ്രസക്തിയുണ്ട്. പിന്നെ പോകുന്നത് ഗൊഫ്ന, അത് യൂതിയായിലൊരു സ്ഥലമാണ്. എന്ന് പറഞ്ഞാൽ റോമൻ കാലഘട്ടത്തിലെ ആദ്യത്തെ യൂത സെറ്റിൽമെന്റ് ആണ്. റോമൻ ഭരണത്തിന് കീഴിലുള്ള ആദ്യത്തെ യൂത സെറ്റിൽമെന്റ് ആണ് ഗോഫ്ന. പിന്നെ പോകുന്നത് യെരിഹോ അല്ലെങ്കിൽ ജെറീക്കോ എന്നാണ് സാധാരണ ഇംഗ്ലീഷിൽ പറയാറുള്ളത്. യെരിഹോ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അത് ജോർദാൻ നദിയുടെ കരയിലുള്ള, അവിടെയാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ശേഷം യൂഷ അല്ലെങ്കിൽ യോശുവ എന്നറിയപ്പെടുന്ന ഇസ്രായേലി നേതാവിന്റെ നേതൃത്വത്തിൽ പിന്നീട് യൂതന്മാർ വന്നത്, ഇസ്രായേൽ സമൂഹം വന്ന് ഇറങ്ങിയത് ഈ യെരിഹോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അതാണ് ആ യെരിഹോയുടെ പ്രത്യേകത. അത് കഴിഞ്ഞിട്ട് പിന്നെ ഉമറിന്റെ സഞ്ചാരം വികസിക്കുന്നത് തീബ്സ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിന്റെ ഒരു കാലത്ത് തലസ്ഥാനമായിരുന്നു. പൗരാണിക ഈജിപ്ഷ്യൻ നാഗരികത ഈജിപ്തിനെയും സുമേറിയയെയും അല്ലെങ്കിൽ മെസൊപ്പൊട്ടേമിയയെയും സംസ്കാരത്തിന്റെ നാഗരികതയുടെ കളിത്തൊട്ടിലുകൾ എന്ന് പറയാറ്. അവിടെയാണ് മനുഷ്യരുടെ നാഗരികത ആരംഭിച്ചത് എന്നാണ് ചരിത്ര സങ്കല്പം. അങ്ങനെ തീബ്സിലേക്കാണ് പിന്നെ ചെല്ലുന്നത്. അങ്ങനെ നൈൽ നദിയിലൂടെ സഞ്ചരിക്കുന്നു. നൈലിന്റെ ഒരു സവിശേഷത, ഏദനിൽ നിന്ന് പുറപ്പെടുന്നതാണ് നൈൽ എന്ന ഒരു വിശ്വാസമാണ്. അതും കേവല വിശ്വാസമാണ്. ഏദനിൽ നിന്ന് പുറപ്പെടുന്നതാണ് നൈൽ എന്നൊരു കൺസെപ്റ്റ്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞിട്ട് പോകുന്നത് ഗൽഗാല, അത് യെരിഹോയുടെ ഭാഗം തന്നെയാണ്. അവിടെ വെച്ചാണ് യോശുവയും ഇസ്രായേലികളും കല്ലിന്റെ കത്തി കൊണ്ട് പിന്നെ ചേലാകർമ്മം നിർവഹിച്ചത്, അല്ലെങ്കിൽ സെക്യുംസിഷൻ ആ ഒരു പ്രവൃത്തി നിർവഹിച്ചത്, ഖിത്താൻ നിർവഹിച്ചത് എന്നാണ് പറയപ്പെടാറുള്ളത്. ബൈബിളിൽ കാണുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതാണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത. അത് കൽക്കത്തികളുടെ അല്ലെങ്കിൽ സ്റ്റോൺ നൈവ്സിന്റെ നാട് എന്ന് തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയായിട്ട് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഊറിലേക്ക് പോകുന്നു. ഊർ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജന്മദേശമാണ്. അതും കഴിഞ്ഞിട്ട് പിന്നെ ബേത്സായിദ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ചരിത്രവുമായി ബന്ധപ്പെട്ട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. ക്രിസ്തുവിന്റെ അപ്പോസ്തോലന്മാരിൽ പ്രഥമനായി പരിഗണിക്കപ്പെടുന്ന ശിമയോൻ പത്രോസിന്റെ ജന്മദേശമാണ്. സൈമൺ പീറ്റർ എന്ന ശിമയോൻ പത്രോസിന്റെ ജന്മദേശമാണ്. അത് കഴിഞ്ഞിട്ട് കനാനിലേക്ക് അദ്ദേഹം പോകും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പിന്നീട് ഗ്രീസിലെ ഈ പറയുന്ന പത്മോസ് എന്ന് പറയുന്ന ദ്വീപിലേക്ക് പോകുന്നത് എന്നും കാണാൻ സാധിക്കും. ആ അർത്ഥത്തിൽ വിശദീകരിക്കുന്നതോടുകൂടി യൂഗോയുടെ ഈ കവിതയിൽ ഉമർ എന്ന് പറയുന്നത് ഒരു ട്രാൻസെൻഡന്റ് ഫിഗർ, എല്ലാത്തിനെയും അതിവർത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ആ ഒരു പരിവേഷമാണ് യഥാർത്ഥത്തിൽ ഉമറിന് നൽകുന്നത്. അതിൽ ഈ പറയുന്ന ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് ആ കവിതയിൽ രണ്ടാമത്തെ പാതിയിൽ മാത്രമേ വരുന്നുള്ളൂ. വളരെ ദീർഘമായ ഒരു കവിതയാണ്. അപ്പോൾ ഇത്തരം സഞ്ചാരങ്ങളിലൂടെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ താൻ മനസ്സിലാക്കിയത് പ്രകാരം മനുഷ്യ സമൂഹങ്ങളെ മൊത്തം ബന്ധിപ്പിക്കുന്ന ഒരു ചരടായിട്ട് യൂഗോ കാണുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ മനുഷ്യൻ യഥാർത്ഥത്തിൽ സങ്കുചിതനാവുന്നത് എന്തുകൊണ്ടാണ്? ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ സമൂഹത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അതാണ് തുടക്കത്തിൽ ഉദ്ധരിച്ചത്. കാനന്നാസു ഉമ്മത്തം വാഹിദ, അല്ലെ വമാ കാനന്നാസു ഇല്ലാ ഉമ്മത്തം വാഹിദ. മനുഷ്യർ യഥാർത്ഥത്തിൽ ഒരു ഉമ്മത്തും വാഹിദല്ലാതെ വേറൊന്നും ആയിരുന്നില്ല എന്നാണ്. ഫഖ്തലഫു, അവിടെ നിന്നാണ് പിന്നെ മനുഷ്യൻ വ്യതിചലിക്കുന്നതോ അല്ലെങ്കിൽ തമ്മിൽ തല്ലി പിരിയുന്നതോ.
ആ പിരിയലിന് കാരണം എന്താണ്? അത് ബാബേലിന്റെ ചരിത്രത്തിലൂടെ ബൈബിൾ തന്നെ പറയുന്നുണ്ട്. അതൊരു മിത്താണ് യഥാർത്ഥത്തിൽ. പക്ഷെ അതേസമയം അതിനൊരു മെറ്റഫറായിട്ട് എടുത്താൽ അഹങ്കാരം കൊണ്ടാണ് മനുഷ്യൻ തമ്മിൽ വഴിപിരിഞ്ഞത് എന്ന്. അഹങ്കാരം കൊണ്ടാണ്, മനുഷ്യന്റെ അഹങ്കാരത്തിന്റെ ഒരു പ്രത്യേക ഒരു സ്മാരകമാണ് യഥാർത്ഥത്തിൽ ടവർ ഓഫ് ബാബേൽ, ബാബേൽ ഗോപുരം എന്നറിയപ്പെടുന്ന. അതെന്താണെന്നൊക്കെ നിങ്ങൾ വേറെ നോക്കിക്കോളെ. എന്തായാലും അതൊക്കെ ഈ കവിതയിൽ പരാമർശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യധാരണയുടെ കുറെ പരിമിതികൾ കഴിഞ്ഞ ഖുതുബയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, അതായത് കവിതയിൽ പരാമർശിക്കുന്ന വെയിൽഡ് മോസസ് എന്ന് പറഞ്ഞാൽ മറഞ്ഞു നിൽക്കുന്ന മൂസ എന്നൊരു പരാമർശം, മുഖം തിരശ്ശീല കൊണ്ട് അല്ലെങ്കിൽ തുണി കൊണ്ട് മറച്ചിട്ടുള്ള നിഖാബ് ധരിച്ചിട്ടുള്ള മൂസ എന്ന് പറയുമ്പോൾ അതിന്റെ ബൈബിളികമായ അടിസ്ഥാനവും ഖുർആനികമായ അടിസ്ഥാനവും വിവരിച്ചിട്ടുണ്ട്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനെ കാണണമെന്ന് പറയുന്നു, എന്നിട്ടുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ. പക്ഷെ ഇവിടെ യഥാർത്ഥത്തിൽ നമ്മൾ കാണേണ്ടത് മനുഷ്യന്റെ ജ്ഞാനത്തിന്റെ പരിമിതി, അതിന്റെ സാധ്യതകൾ ഖുർആൻ പറയുന്നു. അന്വേഷിക്കണം, കാണണം, കേൾക്കണം, ചിന്തിക്കണം എന്നൊക്കെ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട്. ഇതിന്റെ ഒക്കെ അർത്ഥം മനുഷ്യന്റെ ചിന്തയുടെ സാധ്യതകളാണ്. അത് അപരിമേയമായ സാധ്യതകളാണ്. അതേസമയം തന്നെ അതിന് പരിമിതികളും. അതിന് ഒരതിര് വരെ അല്ലാതെ അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത മേഖലകൾ ഇല്ല എന്ന് വിചാരിക്കുമ്പോൾ അവിടെ നമ്മുടെ അഹങ്കാരമാണ് പ്രവർത്തിക്കുക എന്ന് മനസ്സിലാക്കേണ്ടതാണ്. മനുഷ്യന് ശാസ്ത്രം എന്ന് പറയുന്ന അറിവാണ്, അതേസമയം ശാസ്ത്രവാദം എന്ന് പറയുന്നത് മറ്റൊരു പ്രവണതയാണ്. അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു അഹങ്കാരമാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാവേണ്ടത്. അപ്പോഴങ്ങനെ മനുഷ്യധാരണയുടെ ചില പരിമിതികൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ കടന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പത്മോസ് ദ്വീപിൽ എത്തുന്നത് എന്നാണ് കവി സങ്കല്പിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ജിദ്ദയിൽ നിൽക്കുന്ന ദേവദാരു മരത്തോട് സെഡർ ട്രീയോട് ഉമർ റളിയല്ലാഹു അൻഹു പത്മോസിലേക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചിരുന്നു. അങ്ങനെ അത് വളരെ വലുതായി എന്നാണ് പറയുന്നത്. അങ്ങനെ അത് വലുതായിട്ട് പത്മോസിൽ അവിടെ യാതൊരു അവലംബവുമില്ലാതെ പാറപ്പുറത്ത് ഉറങ്ങുകയായിരുന്ന യോഹന്നാന്റെ അടുത്തെത്തി അതൊരു തണലായിട്ട് വിരിഞ്ഞു നിന്നു. യോഹന്നാന് നീ തണല് നൽകുക എന്ന് ഉമർ തന്നെ ഈ ദേവദാരു വൃക്ഷത്തോട് പറയുന്നതായിട്ട് കവി സങ്കല്പിക്കുമ്പോഴാണ് ആ കവിയുടെ മനസ്സ് എത്രത്തോളം വിശാലമായി തീർന്നിട്ടുണ്ട് ഇസ്ലാമിനെ കുറിച്ച് എഴുതുമ്പോൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ഇസ്ലാമിനെ കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കുന്നതിനേക്കാളും വിശാലമായിട്ടാണ് വിക്ടോർ യൂഗോ എന്ന കവി ചിന്തിച്ചത് എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് വളർന്നിട്ട് പ്രവാചകന്റെ ഖലീഫയായ ഉമർ റളിയല്ലാഹു അൻഹു യേശുവിന്റെ അപ്പോസ്തോലനായിട്ടുള്ള ജോണിന് യോഹന്നാനിന് തണല് നൽകണം എന്ന് ദേവദാരുവിനോട് ആവശ്യപ്പെടുകയാണ്. യോഹന്നാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഇങ്ങനെ വലിയൊരു ഒരു മരമാണ് കാണുന്നത്. വലിയൊരു മരത്തെ കണ്ടപ്പോൾ അദ്ദേഹം ആകെ അത്ഭുതപ്പെട്ടിട്ട് അദ്ദേഹവും മരവും തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ചോദിക്കുകയാണ്, അല്ലയോ ദ്രുമമേ, നീ എന്തു ചെയ്യുന്നിവിടെ? മരമേ, നീ എന്ത് ചെയ്യുന്നിവിടെ? ഇത്ര ധൃതിപ്പെട്ടോ നീ മുളക്കാനും തളിർക്കാനും ക്ഷണനേരത്തിൽ വളർന്നൊരു വൻവൃക്ഷമാകാൻ? എന്തൊരു തിരക്കാണ് നിനക്ക്! സാധാരണഗതിയിൽ അങ്ങനെയല്ലല്ലോ. എന്തിന് നീ ഞാൻ ശയിക്കുന്ന പാറമേലൊരു തണലായി വളർന്നു ഇത്ര പെട്ടെന്ന് എന്നുള്ളതാണ് യോഹന്നാന്റെ ചോദ്യം. സാധാരണഗതിയിൽ അങ്ങനെയല്ലല്ലോ. ക്ഷണനേരം എന്നൊന്നില്ലല്ലോ പ്രകൃതിയുടെ ശാശ്വത ക്രമത്തിൽ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. അള്ളാഹുവിന്റെ നിയമം അനുസരിക്കുന്ന പ്രകൃതിയുടെ ശാശ്വത ക്രമത്തിൽ എല്ലാം ക്രമപ്രവൃദ്ധമാണ്, എല്ലാം വളരെ സാവകാശമേ നടക്കൂ. ഇതും മനുഷ്യർക്കൊരു പാഠമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ധൃതി പൈശാചികമാണ്. അൽ അജലത്തു മിന ശൈത്വാൻ എന്നാണ്. ധൃതി എന്ന് പറഞ്ഞാൽ ശൈത്താനിൽ നിന്നുണ്ടാകുന്നതാണ്. അതേസമയം വൽ അനാത്തു മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുണ്ടാകുന്നത് ഒരു യഥാർത്ഥത്തിൽ ഒരു അവധാനതയാണ്. കാര്യങ്ങളെ ശരിയായി മനസ്സിലാക്കിക്കൊണ്ട് ക്രമപ്രവൃദ്ധമായിട്ടാണ്. അല്ല തർക്ക മുന്ന തൊബക്കൻ തൊബക്ക് എന്ന് ഖുർആൻ പറയുന്നുണ്ടല്ലോ. നിങ്ങളെ നാം വികസിപ്പിച്ചത് ക്രമപ്രവൃദ്ധമായിട്ടാണ്. ഒരർത്ഥത്തിൽ മനുഷ്യന്റെ ധൃതിയിൽ നിന്നുകൂടിയാണ് മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗങ്ങൾക്കിടയിൽ വംശീയത ഉടലെടുക്കുന്നത് എന്നും കാണാം. വംശീയത എന്ന് പറയുന്നതും അതൊരു ഈഗോ ആയിട്ട് മാറുന്ന മനുഷ്യന്റെ ഉള്ളിലുള്ള തിരക്കാണ്. ധൃതി കൂട്ടുകയാണ് സകലത്തിൽ. ആ ധൃതി ശരിയല്ല എന്ന് യോഹന്നാൻ മരത്തോട് പറയുകയാണ്. പ്രകൃതിയുടെ ശാശ്വത ക്രമത്തിൽ ക്ഷണനേരം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമില്ല, പെട്ടെന്നുണ്ടാവുക എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. യഹോവയുടെ നേത്രങ്ങൾ തുറന്നു നിൽക്കുന്നുണ്ട് എല്ലാ ഇടങ്ങളിലേക്കും, തന്റെ പ്രവൃത്തികളെ അവധാനപൂർവമാക്കുന്നു അവൻ എന്ന് യോഹന്നാൻ പറയുകയാണ്. ഈ കവിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് വിവർത്തനം ലഭ്യമല്ല. ഫ്രഞ്ച് ഒറിജിനൽ എടുത്തിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടു കൂടി ഇംഗ്ലീഷിലാക്കിയിട്ട് അതിനെ മലയാളത്തിലാക്കിയതാണ്. അതുകൊണ്ട് അബദ്ധങ്ങളോ പിഴവുകളോ ഒക്കെ സംഭവിക്കാം. എന്നിരുന്നാൽ പോലും മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, തന്റെ പ്രവൃത്തികളെ അവധാനപൂർണമാക്കുന്നു അവൻ. കരുത്തുറ്റ പദങ്ങളിൽ മരം ദൃഢമായി നിലകൊള്ളാൻ. അങ്ങനെ സാവകാശം ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ എല്ലാത്തിനും ഒരു ഉറപ്പുണ്ടാവും.
മനുഷ്യ സമൂഹത്തിൽ ഒരു ഉറപ്പില്ലാത്തത്, മനുഷ്യൻ എന്ന നിലക്കുള്ള ഒരു സ്റ്റേബിലിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് മനുഷ്യർക്കിടയിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭാഗീയതകൾ ഉണ്ടാകുന്നത് എന്നതും യാഥാർത്ഥ്യമാണല്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനായി തീരുക എന്നതാണ് പ്രഥമം. അതിനിടയിൽ തിരക്ക് കൂട്ടുമ്പോഴാണ് നമ്മൾ നിന്നിടത്ത് വെച്ചിട്ട് പല കുഴപ്പങ്ങളും ഉണ്ടാകുന്നത്. മനുഷ്യനായി പൂർണ്ണമായും വളർന്നിരുന്നെങ്കിൽ എല്ലാവരെയും മനുഷ്യരായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അതേസമയം തന്നെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ, ഏതെങ്കിലും ഒരു ദേശത്തിന്റെ, ഏതെങ്കിലും ഒരു വംശത്തിന്റെ ഐഡന്റിറ്റിയിൽ നമ്മൾ അങ്ങോട്ട് ഉറച്ചു പോവുക, അങ്ങനെ ഒരു മൂടുറപ്പ്, ഒരു ഫിക്സേഷൻ സംഭവിക്കുമ്പോഴാണ് മറ്റുള്ളതെല്ലാം ശത്രുക്കളായിട്ട് മാറുന്നത് എന്ന് തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് എല്ലാം വളരണമെങ്കിൽ വളരെ സാവകാശം വളരണം. അങ്ങനെയാണ് മരത്തിന് ഉറപ്പുണ്ടാകുന്നത്. എത്രത്തോളം ഉറപ്പ്? ഗാധമാം പങ്കത്തിൽ ഉറച്ചു ചേരാനും ഒട്ടേറെ ആളുകൾ കഥാവശേഷരാകും ഒരു മരജന്മം പൂർണ്ണതയിലെത്തുന്ന നേരം. ഒരു മരം വളർന്ന് പൂർണ്ണതയിലാകുമ്പോഴേക്കും ഒരുപാട് മനുഷ്യന്മാരുടെ ജീവൻ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അത്രയും സമയമെടുത്തിട്ടാണല്ലോ. അങ്ങനെ വരുമ്പോഴാണ് അതിന് ഉറപ്പുണ്ടാകുന്നത്. പിന്നെ നീ എന്തിനാണ് ഇത്രയും തിരക്ക് കൂട്ടിയിട്ട് വളർന്നത് എന്ന് ദേവദാരുവിനോട്, ആ ചോദ്യം വളരെ വലിയ ചോദ്യമാണ്. ദേവദാരു ആ സമയത്ത് യോഹന്നാനോട് പറഞ്ഞു, ഒരു നിയമവും തെറ്റിച്ചിട്ടില്ല. പ്രവാചകന്റെ ഖലീഫയുണ്ട് എന്റെ കൂടെ, മുഹമ്മദിന്റെ ഖലീഫയുണ്ട് എന്റെ കൂടെ. അദ്ദേഹത്തിന്റെ കൽപ്പന പ്രകാരമാണ്, അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ നിനക്കൊരു തണലായി മാറാൻ വന്നതാണ് എന്നാണ്. ഇവിടെ എന്തിനാണ് യോഹന്നാൻ യഥാർത്ഥത്തിൽ ഒറ്റക്ക് ജീവിക്കുന്നത് എന്നതിനെ കുറിച്ച് കൂടി ചിന്തിക്കേണ്ടതാണ്. ഒറ്റക്ക് ജീവിക്കുന്നത് സന്യാസ ജീവിതം എന്ന് പറഞ്ഞിട്ടൊന്ന് ക്രിസ്തു മതത്തിലുണ്ട്, പക്ഷെ ഇസ്ലാമിൽ അതില്ല. വൈരാഗ്യ ജീവിതം, അവേർഷൻ എന്ന് പറയുന്നത് ക്രിസ്തു മതത്തിലുണ്ട്, പക്ഷേ ഇസ്ലാമിൽ അതില്ല. എന്നാൽ ക്രിസ്തു മതത്തിൽ അത് രൂപപ്പെട്ടത് എങ്ങനെയാണ്? സന്യാസത്തിന് വേണ്ടിയുള്ള സന്യാസമല്ല. ഈ ഇപ്പറയുന്ന ജോൺ ദി ഇവാഞ്ചലിസ്റ്റ് തന്നെയും റോമക്കാരുടെ മതപീഡന കാലത്ത്, ക്രിസ്തുവിന് തൊട്ടുടനെ റോമക്കാരുടെ മതപീഡന കാലത്ത് അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പത്മോസ് ദ്വീപിൽ ഒളിച്ചു താമസിച്ചതാണ്. ഇതുപോലെ കുറെ മനുഷ്യന്മാര് ജോർദാൻ, സുഡാൻ, ഈജിപ്ത് തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ വിജനമായ മരുഭൂമികളിൽ പോയിട്ട് ഒറ്റക്ക് താമസിക്കാൻ വേണ്ടി തുടങ്ങി. അവരുടെ ഈമാൻ നിലനിർത്താൻ വേണ്ടിയിട്ട്, അവരുടെ ഈമാൻ നിലനിർത്തുവാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടുള്ള കൂട്ടരാണ് യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിലുള്ള അസ്ഹാബുൽ കഹ്ഫ്. അവർ ഒരുമിച്ച് പോയി ഒരു ഗുഹയിൽ വസിച്ച കഥയൊക്കെ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ പോയ ആളുകൾ, അവർക്ക് പിന്നെ കുടുംബം ഉണ്ടായിരുന്നില്ല, മറ്റ് സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിനേക്കാളും പ്രധാനം അള്ളാഹുവിന്റെ തൃപ്തിക്ക് നൽകി. അത് ന്യായമായിരുന്നു, അത് സാഹചര്യവുമായി ബന്ധിതമായിരുന്നു. അതേസമയം തന്നെ അത് വെച്ചിട്ട് പിൽക്കാലത്ത് കുറെ ആളുകൾ അങ്ങനെ അങ്ങോട്ട് ജീവിക്കാൻ തുടങ്ങി. അത് പടച്ചോ കൽപ്പിച്ചതല്ല എന്ന് ഖുർആൻ പ്രത്യേകം പറയുന്നുണ്ട്. അവര് സ്വയം തന്നെ സ്വീകരിച്ച ഒരു സംഗതിയാണ് ഈ വൈരാഗ്യ ജീവിതം. ഞാൻ അവരോട് അങ്ങനെ പറഞ്ഞിട്ടില്ല, പക്ഷേ അള്ളാഹുവിന്റെ തൃപ്തി കാംക്ഷിച്ചുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തത്. പക്ഷെ സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ അത് മനുഷ്യ പ്രകൃതത്തിന് വിരുദ്ധമായതുകൊണ്ട് പാലിക്കേണ്ടതുപോലെ പാലിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്നാലും അവരുടെ കൂട്ടത്തിൽ അതൊക്കെ കൃത്യമായി പാലിച്ചിട്ടുള്ള കുറെ ആളുകൾ ഉണ്ട്. അവരെ ആദരിക്കുന്നുണ്ട് പടച്ച തമ്പുരാൻ, അവർക്ക് പ്രതിഫലം നൽകുന്നുണ്ട് എന്നൊക്കെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഇപ്രകാരം ഖുർആൻ തന്നെ നമ്മുടെ മനുഷ്യരെന്ന നിലക്കുള്ള നമ്മുടെ പൂർവികതയിലേക്ക് നമ്മളെ ചേർക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. നമ്മള് ആളുകളെ വ്യത്യസ്തരായിട്ട് കാണുമ്പോഴത് ഭയങ്കര കുഴപ്പമാണ്. അങ്ങനെ കാണാതിരിക്കുക. നമ്മൾ ഹക്കുൽ ഹുരിയ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചാണ് അത് പറയുന്നത്, അതിനോടുള്ള നമ്മുടെ റെസ്പോൺസിബിലിറ്റി. പക്ഷെ അതിനേക്കാൾ പ്രഥമവും അതിന്റെ കൂടെ തന്നെ പ്രഥമവും പ്രധാനവുമായിട്ടുള്ള സംഗതിയാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം, മനുഷ്യർക്കിടയിലുള്ള വൈവിധ്യം. അങ്ങനെ വ്യത്യസ്തങ്ങളായി തന്നെ മനുഷ്യരെ അംഗീകരിക്കാൻ സാധിക്കുക എന്നതാണ് പ്രധാനമെന്ന് മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ വായിക്കുകയാണ്. അങ്ങനെ വായിക്കുമ്പോഴാണ് മുൻകാല സമൂഹങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനങ്ങൾ പോലും നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്. ബൈബിള് വായിച്ചാൽ ബാബിലോണിയക്കാരെ സംബന്ധിച്ചുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ നമുക്കതിൽ കാണാൻ സാധിക്കും. ഇതേ യോഹന്നാന്റെ വെളിപാട് പുസ്തകത്തിൽ ബാബിലോൺ മഹാവേശ്യ എന്നൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാബിലോണിലെ മഹാവേശ്യ അല്ലെങ്കിൽ ബാബിലോൺ എന്ന മഹാവേശ്യ എന്നൊക്കെ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും. അത്രമേൽ രൂക്ഷമായിട്ട് ഇതേ യോഹന്നാന്റെ പുസ്തകത്തിൽ തന്നെ ബാബിലോണിനെ വിമർശിച്ചിട്ടുണ്ട്. ഇതുപോലെ രൂക്ഷമായിട്ട് ഇസ്രായേലിനെ ഖുർആനും വിമർശിക്കുന്നുണ്ട്. എന്തിനാണ്? ബാബിലോൺ എന്ന് പറഞ്ഞാൽ വളരെ മോശക്കാരാണ്, അവര് ശത്രുക്കളാണ്, അവര് കൊള്ളരുതാത്തവരാണ് എന്നുള്ളൊരു മുൻധാരണ ഇസ്രായേലിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടല്ല തോറയും ഇഞ്ചിയിലും ബാബിലോണിനെ വിമർശിച്ചത്. മറിച്ച് അവിടെ സംഭവിച്ചത് എന്താണെന്ന്, അവിടെ കാണേണ്ടത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള വ്യതിയാനങ്ങളുടെ കാരണങ്ങൾ പറയാം. അവർക്കുണ്ടായിട്ടുള്ള വ്യതിയാനങ്ങളുടെ കാരണങ്ങൾ പറഞ്ഞിട്ട് ഒരേ സമയം അവരും അത് തിരുത്തേണ്ടതുണ്ട്, അതേസമയം തന്നെ ഇസ്രായേൽ അത്തരം വ്യതിയാനങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും വേണം. ഇതുപോലെയാണ് ഇസ്രായേൽ സമൂഹത്തെ ഖുർആനും വിമർശിക്കുന്നത്. അവര് മോശക്കാരാണ് എന്നുള്ള അർത്ഥത്തിലല്ല. ഒരു മനുഷ്യൻ ജൂതനായിട്ട് ജനിച്ചാൽ ഓൻ ചീത്തയായേ പറ്റൂ എന്നുള്ള മുൻവിധിയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. അങ്ങനെ ഉണ്ടാവാനും പാടില്ല. മനുഷ്യരെല്ലാവരും
അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബത്തുൽ വിദാഇൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഏറ്റവും അവസാനം പറഞ്ഞതായതുകൊണ്ട് ഏറ്റവും പ്രാധാന്യം ആ പ്രഭാഷണത്തിനുണ്ട്. അവസാനമായിട്ട് ഇസ്ലാമിന്റെ സത്തയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന പ്രഭാഷണമാണ്. അതിലാണ് പറയുന്നത്, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങൾ എല്ലാവരുടെയും റബ്ബ് ഒന്നാണ്, നിങ്ങൾ എല്ലാവരുടെയും പിതാവും ഒന്നാണ്. ആ അർത്ഥത്തിൽ ഒരേ ഉപ്പയുടെ മക്കളായിട്ട് ജീവിക്കാൻ എല്ലാ മനുഷ്യർക്കും സാധിക്കണം എന്നുള്ളതാണല്ലോ ഇസ്ലാമിന്റെ ആത്യന്തികമായിട്ടുള്ള ഉപദേശം. നമ്മൾ കാണണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബാബിലോണിനെ വിമർശിക്കുന്നത്, ബൈബിൾ വിമർശിക്കുന്നത് ഇസ്രായേൽ അങ്ങനെ ആയി പോകാതിരിക്കാനും ഒപ്പം അത് കേട്ടിട്ട് ബാബിലോൺ അവരുടെ തെറ്റ് തിരുത്താനുമാണ്. ഇതുപോലെയാണ് ഇസ്രായേലിനെ യഥാർത്ഥത്തിൽ ഖുർആനും വിമർശിക്കുന്നത്. അത് ഇസ്രായേൽ എപ്പോഴും മോശമാണ്, അവർ ജനിച്ചവരൊക്കെ മോശക്കാരാണ് എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. അവരങ്ങനെ ആയതിന്റെ കാരണം കൃത്യമായി പറയുന്നുണ്ട്. അത് അവർ തിരുത്താൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ നമ്മൾ അങ്ങനെ ആവാതിരിക്കാനും. അതേസമയം തന്നെ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന ഒരു ചരിത്രമുണ്ട്, ചരിത്രത്തിന്റെ ഒരു ചാക്രികത. ആളുകൾ ചീത്തയായി പോകുന്നത് എന്തുകൊണ്ടാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അങ്ങനെയുള്ള ചാക്രികതയെ സംബന്ധിച്ച് ധാരാളമായി പറഞ്ഞിട്ടുണ്ട്. ഒരു ഹദീസിൽ കാണാം, ലതത്തബിഉന്ന സനന മൻ കാന ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുടെ ചരിത്രം, അവരുടെ ജീവിതം അതുപോലെ നിങ്ങൾ പിന്തുടരാൻ തുടങ്ങും. എങ്ങനെ? ശിബറം വ ശിബർ വബിദിറാം ബിദിറാ, ചാണിന് ചാണായിട്ടും മുഴത്തിന് മുഴമായിട്ടും നിങ്ങൾ അതിനെ പിൻപറ്റാൻ തുടങ്ങും. ഹത്താ ഇദാ ദഖലു ജുഹ്റ ദബ്, ജുഹ്റ ദബ് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ മാളം, പല്ലിമാളം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, പല്ലിമാളം, അതുപോലെ ഈ എലി, മരപ്പട്ടി പോലുള്ളതൊക്കെ ഉണ്ടാക്കുന്ന ചെറിയ മാളം, അങ്ങനെ ഒരു മാളത്തിലേക്ക് അവർ പ്രവേശിച്ചാൽ ലതബിഉതുമൂഹും, നിങ്ങൾ അവിടെയും അവരെ പിന്തുടർന്ന് കളയുമെന്ന്. അത്രയും ഇടുക്കത്തിലേക്കാണ് പോകുന്നത്. ഇടുക്കത്തിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവാതെയോ മനസ്സിലാക്കി തന്നെയോ നിങ്ങൾ അതിന്റെ പിന്നാലെ അങ്ങോട്ട് പോകും. അങ്ങനെ ചരിത്രം ആവർത്തിക്കും. ഇതൊക്കെ ജാഗ്രതാ നിർദ്ദേശമായിട്ട് പറയുന്നതാണ്. അത് മറ്റൊരു കൂട്ടരെ വെറുക്കാൻ വേണ്ടി പറയുന്നതല്ല, അവർക്ക് സംഭവിച്ചത് ഇവിടെയും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മാനവികത എന്ന് പറയുന്ന ഒരു വലിയൊരു ആശയത്തെ ഇസ്ലാം പരിപാലിക്കുന്നുണ്ടെന്നും, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മനുഷ്യ സംസ്കാരങ്ങളെ മുഴുവൻ ബന്ധിക്കാൻ കെൽപ്പുറ്റ ഒരു ചരടാണെന്നും സ്ഥാപിക്കുകയാണ് യൂഗോ ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് വിഷയത്തിന്റെ പൂർണ്ണമായ വശങ്ങളിലേക്ക്, നമ്മളിപ്പോ ഒരു ആമുഖം എന്ന നിലക്ക് മാത്രമാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത്, അതിന്റെ പൂർണ്ണമായ വശങ്ങളിലേക്ക് നമുക്ക് പിന്നീട് പ്രവേശിക്കാം. എന്തായിരുന്നാലും മനുഷ്യ സമൂഹത്തെ, മനുഷ്യ ചരിത്രത്തെ ഈ ഒരു ഏകതയിൽ, ഈ ഒരു മനസ്സോടുകൂടി കാണുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരെ മനുഷ്യരായി പരിഗണിക്കാനാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് കാനന്നാസു ഉമ്മത്തൻ വാഹിദ എന്നൊക്കെ പറയുന്നത്. മനുഷ്യരെല്ലാവരും യഥാർത്ഥത്തിൽ ഒരു ഉമ്മത്തും വാഹിദ്. യാ അയ്യുഹന്നാസ് ഇന്ന റബ്ബക്കും വാഹിദ് വ ഇന്ന അബാക്കും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഒന്നേ ഉള്ളൂ, നിങ്ങളുടെ പിതാവ് അല്ലെങ്കിൽ നിങ്ങളുടെ പൈതൃകവും മനുഷ്യരെന്ന നിലക്ക് ഒന്നാണ്. ഒരിക്കലും തന്നെ ഒരു അറബിക്ക് അജമിയേക്കാളോ അജമിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വയുടെ അടിസ്ഥാനത്തിലല്ലാതെ മനുഷ്യർ വേർപെടുന്നില്ല, വ്യത്യസ്തരായിരിക്കുന്നില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നും ഓർക്കേണ്ടതാണ്. ഈ അർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ച്, മാനുഷികതയെ സംബന്ധിച്ച് വളരെ കൃത്യമായ ബോധത്തിൽ നമ്മൾ എത്തണം. എങ്കിൽ മാത്രമേ മനുഷ്യ സ്വാതന്ത്ര്യത്തെ കുറിച്ചുള്ള വർത്തമാനങ്ങളും നമുക്ക് മനസ്സിലാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കി ശരിയായ വഴിയിൽ മുന്നോട്ട് പോകുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ.